ഹലോ, എല്ലാവർക്കും സ്വാഗതം പാട്ടും പാചകത്തിലേക്ക്. എല്ലാവരും വരിക. ഞാനിന്നൊരു പുളിഞ്ചിക്ക കൊണ്ടൊരു അച്ചാറിടയാണ്. അതായത് നമ്മൾ എല്ലാ വീടുകളിലും ഒക്കെ കാണും, മിക്ക വീടുകളിലും ഉണ്ട് പുളിഞ്ചി മരം. കറിയിലിടുന്നതാണ്. പക്ഷെ അത് ഫുള്ളായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ക്ഷമിക്കണം. ഇതാണ് സാധനം. ഞാൻ അരിഞ്ഞ് വെച്ച് ഒരു ദിവസത്തെ വെയിൽ ഞാൻ കൊള്ളിച്ചതാണ്. അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് വെയിൽ കൊള്ളിച്ചതാണ്. ഇന്നലെയാണ് കൊള്ളിച്ചത്. ഇന്നാണ് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോൾ അതെല്ലായിടത്തും ഞാൻ ഒന്നുകൂടി പറയുകയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കായപ്പൊടി ഉരുട്ടി ഒരു ദിവസത്തെ വെയിൽ കൊള്ളിച്ച് പിറ്റേന്ന് ഞാൻ ഈ അച്ചാർ ഇടാൻ പോവുകയാണ്. അപ്പോഴെല്ലാവരും വാ, നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഒരു ചെറിയ വീഡിയോ ആണ്. ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. നല്ലെണ്ണയല്ല, വെളിച്ചെണ്ണയിലാണ് ഞാനിത് ചെയ്യുന്നത്. അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കാം. ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇനി ഞാനതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഒന്നുകൂടി നമുക്ക് ഇളക്കാം. പിന്നെ ഈ പുളിഞ്ചിക്ക നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പുളിഞ്ചിക്ക ഒരു 4-5 പീസാക്കിയാണ് ഞാൻ പിളർന്ന് വേർതിരിച്ച് എടുത്ത് മസാലകൾ പുരട്ടിയതാണ്. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിലാണ് ഞാനിത് ഇട്ടിരിക്കുന്നത്. അതിന് ആവശ്യമായ കുറച്ച് മസാല കൂടി നമുക്ക് ചേർക്കാം. ഞാനൊരു 1/2 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് കായപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം. പുളിഞ്ചിക്ക നന്നായി കഴുകി വൃത്തിയാക്കി റെഡിയാക്കി എടുത്ത് നമുക്കതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. പേരിനെ ഞാൻ കാണിച്ചിട്ടുള്ളത്. കുഴമ്പ് പരുവത്തിലാണ്. ഞാനിപ്പോൾ തീ ഒന്ന് അല്പം കൂട്ടിയിട്ടുണ്ട്. മുളക് പൊടിയുടെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാരം ഒന്ന് മാറാൻ വേണ്ടിയാണ്. നല്ല എളുപ്പമാണ് ഇതിന്. ഈ പുളിഞ്ചിക്ക എല്ലാ വീടുകളിലും ഉണ്ട്. അത് നന്നായി കഴുകി 3, 4, 5 പീസാക്കി കീറി എടുത്ത് അതിന് ഉപ്പും മഞ്ഞൾപ്പൊടി, ശകല ഉലുവാപ്പൊടി, കായപ്പൊടി, മുളക് പൊടി ഇത്രയും ചേർത്ത് നമ്മൾ ഒരു ദിവസത്തെ വെയിലൊന്ന് കൊള്ളിക്കുക. ഇതിൻ്റെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഞാനിട്ട് അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഹലോ കൂട്ടുകാരെ, ഞാനിട്ട പുളിഞ്ചിക്ക അച്ചാർ എങ്ങനെയുണ്ട്? കൊള്ളൂലേ?
എങ്ങനെയുണ്ട്? നല്ല സൂപ്പർ അല്ലേ ഇത്? അടിപൊളി സെറ്റ് ആയിട്ടുണ്ടോ? എന്താ മണമെന്നറിയാമോ? നല്ല എളുപ്പമാണ്, എല്ലാവരും ഇത് ചെയ്യുക. നമ്മുടെ വീട്ടിൽ പുളിച്ചിക്ക ഉണ്ടെങ്കിലും പുറത്തുനിന്ന് വാങ്ങിച്ചായാലും അതിനെ നന്നായി കഴുകിയെടുത്ത് നന്നായിട്ട് അതിനെ 4-5 പീസായിട്ട് കീറി അതിനെ വേർതിരിച്ച് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും കായപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി അതിന് നല്ല വെയിലത്ത് വെച്ച് ഒരു ദിവസത്തെ വെയിൽ കൊണ്ടിട്ട് പിറ്റേ ദിവസം എടുത്ത് ഇത് നമ്മൾ അച്ചാറിടണം. അച്ചാറിട്ട് എടുത്താൽ അതിൽ ബാക്കി ചേരുവകൾ പിന്നെ ചേർക്കുക. അതെല്ലാം ഞാൻ ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ നിങ്ങളുടെ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. വാ. സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി സെറ്റ്. എല്ലാവർക്കും, ജോലിക്കാർക്ക് എല്ലാവർക്കും, ജോലി ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും വെച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റിയതാണ്. ഇത് വെളിച്ചെണ്ണയിലാണ് ഇട്ടത്. ഇത് നല്ലെണ്ണയിൽ ഇടേണ്ടെന്ന് ആവശ്യമില്ല, അതുകൊണ്ടാണ് ഈ വെളിച്ചെണ്ണയിലിട്ടത്. നന്നായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.